സർ, രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നാളെയാണ്. ആദ്യഘട്ട വോട്ടെടുപ്പിൽ ലേശം പോളിംഗ് ശതമാനം കുറഞ്ഞിരുന്നു മുൻ വർഷത്തെ അപേക്ഷിച്ചിട്ട്. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർ വോട്ടിംഗ് ശതമാനം വർദ്ധിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചിട്ടൊക്കെയുള്ള കഴിഞ്ഞ പ്രസംഗങ്ങളിലൊക്കെ എടുത്തു പറഞ്ഞിരുന്നു. BJPയെ സംബന്ധിച്ചിടത്തോളം അവിടെ സൗത്തിന് വേണ്ടിയുള്ള പ്രത്യേക മിഷൻ തന്നെ ഉണ്ടായിരുന്നു. പ്രതിപക്ഷ സഖ്യത്തിന് അവരുടെ നിലനിൽപ്പ് കരുത്ത് വീണ്ടും കാട്ടാനുള്ളൊരു അവസരം കൂടിയാണ്. അങ്കലാപ്പ് വാസ്തവത്തിൽ രണ്ടാം ഘട്ടത്തിൽ ആർക്കാണ്? രണ്ടാം ഘട്ടത്തിലോ ഒന്നാം ഘട്ടത്തിലോ ഇനി വരുന്ന പല ഫേസസിലും അങ്കലാപ്പ് എല്ലാവർക്കും ഉണ്ട്. എങ്കിലും 88 പാർലമെൻറ്റ് മണ്ഡലത്തിലേക്കുള്ള ജനവിധിയാണ് വെള്ളിയാഴ്ച നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പ്രചരണം കോലാഹലങ്ങൾ അവസാനിച്ചു. അപ്പോൾ ഈ സ്റ്റേജിൽ നമുക്ക് പ്രധാനമായിട്ടും വരുന്ന കേരളത്തിലെ 20 സീറ്റ്, അയൽ സംസ്ഥാനമായ കർണാടകത്തിലെ പകുതി സീറ്റായ 14 സീറ്റിലാണ്. ഇതടക്കം ജമ്മു കാശ്മീരിലെ ജമ്മു സീറ്റടക്കം ഈ വെള്ളിയാഴ്ച വോട്ടെടുപ്പ് നടക്കുകയാണ്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ചില ആളുകൾ മത്സരിക്കുന്നുണ്ട്. ലോക്സഭാ സ്പീക്കർ ഓം ബിർള ജനവിധി തേടുന്നത് ഈ രണ്ടാം ഫേസിലാണ്. അതുപോലെ മധുര സീറ്റിൽ വീണ്ടും ജനവിധി തേടുന്ന ഹേമ മാലിനി, കേരളത്തിൽ വയനാട് സീറ്റിൽ രാഹുൽ ഗാന്ധി, അതുപോലെ രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രി, മറ്റൊരു കേന്ദ്രമന്ത്രി അതിൻ്റെ തൊട്ടടുത്ത സീറ്റ് ആറ്റിങ്ങിൽ മത്സരിക്കുന്നു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആലപ്പുഴ മത്സരിക്കുന്നു. അതുപോലെ അത് ഹേമമാലിനിയുടെ പറഞ്ഞല്ലോ. ഇതുപോലെ പ്രധാനപ്പെട്ട ചില മത്സരങ്ങളും ഈ രണ്ടാം ഘട്ടത്തിൽ ഉൾപ്പെടുന്നുണ്ട്. കേരളത്തിലെ വളരെ വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പാണ് നമ്മൾ കണ്ടത്. ഒരു ജീവൻ മരണ പോരാട്ടത്തിലാണ് UDF. അതേസമയം ഒരു പാർട്ടിയുടെ അംഗീകാരം കിട്ടണമെങ്കിൽ കേരളത്തിൽ നിന്ന് കാര്യമായ ജയമുണ്ടായാലേ CPMന് ആ പാർട്ടിയുടെ ചിഹ്നം പോലും നിലനിർത്താൻ പറ്റുകയുള്ളൂ. ആ പാർട്ടിയുടെ ദേശീയ അംഗീകാരം ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന സന്ദർഭത്തിലാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ആ തരത്തിൽ അവരുടെ ഐഡൻറ്റിറ്റിയുടെയും കൂടെ പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ ശക്തമായൊരു ത്രികോണ മത്സരം വേദിയായിരുന്നു അസാധാരണ വിധം ഈ തവണ കേരളത്തിൽ. കേരളത്തിൽ ഒരിക്കലും BJPയെ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് UDFും LDFും പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കെ അവർ ആവേശപൂർവ്വം രണ്ടു കൂട്ടരും BJPയെ കാലുകുത്താൻ അനുവദിക്കാത്ത സ്ഥലമാണ് കേരളം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ ആ അക്കൗണ്ട് തുറക്കുക എന്നതിനുപരി കഴിയുന്നത്ര 5 സീറ്റിലെങ്കിലും വിജയം ഉറപ്പിക്കുക എന്നതാണ് BJPയുടെ കേരളത്തിലെ ദൗത്യം. അതിന് അനുഗുണമായ സ്ഥാനാർത്ഥികളെ അവർ അണിനിരത്തിയിട്ടുണ്ട്. ഇപ്പോൾ തൃശ്ശൂരിലെ സുരേഷ് ഗോപി, തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ, തൊട്ടടുത്ത് കേന്ദ്രമന്ത്രി V മുരളീധരൻ, ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ, പത്തനംതിട്ടയിൽ അനിൽ ആൻ്റണി, പാലക്കാട്, കാസർഗോഡ് തുടങ്ങി രാഹുൽ ഗാന്ധിയെ വയനാട്ടിൽ നേരിടുന്നത് സംസ്ഥാനത്തെ BJP പ്രസിഡൻ്റാണ്. ഇങ്ങനെ പല കീ കണ്ടസ്റ്റുകളും കേരളത്തിലുണ്ട്. കൂടാതെ തൊട്ടടുത്ത കർണാടകത്തിലെ 14 മണ്ഡലങ്ങളിൽ നാളെ തിരഞ്ഞെടുപ്പ് നേരിടാൻ പോകുന്നതിൽ ബാംഗ്ലൂർ സിറ്റിയിലെ 3 സീറ്റുണ്ട്. അതിൽ BJPയുടെ സിറ്റിംഗ് MP തേജസ്വി സൂര്യ മത്സരിക്കുന്നുണ്ട്. ബാംഗ്ലൂർ റൂറലിൽ സുരേഷ് മത്സരിക്കുന്നുണ്ട്. അത് DK ശിവകുമാറിൻ്റെ സഹോദരൻ, അദ്ദേഹം കോടീശ്വരനായൊരു സ്ഥാനാർത്ഥിയാണ്. അതുപോലെ മാണ്ഡ്യയിൽ കുമാരസ്വാമി BJP പിന്തുണയോടെ മത്സരിക്കുന്നു. അത് സിനിമാ നടി അംബരീഷിൻ്റെ ഭാര്യയായിരുന്ന ലേഡിയുടെ പേര് ഞാൻ മറന്നു, സുമലത അംബരീഷ്. സുമലത അംബരീഷിന് 51% വോട്ട് കഴിഞ്ഞ തവണ BJP സ്വതന്ത്രയായി മത്സരിച്ചപ്പോൾ കിട്ടിയതാണ്. അവിടെയാണ് ഇപ്പോൾ BJP JDS സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയായി മുൻ കർണാടക മുഖ്യമന്ത്രി കുമാരസ്വാമി ജനവിധി തേടുന്നത്. കുമാരസ്വാമി വളരെ വിജയപ്രതീക്ഷയിലാണ്. പക്ഷേ അദ്ദേഹത്തെ വെങ്കിട്ട ഒരു
അവിടുത്തെ ഏറ്റവും ധനാഢ്യനായ സ്ഥാനാർത്ഥി വെങ്കിട രമണ ഗൗഡ എന്ന ആൾ ഈ സൗത്ത് ഇന്ത്യയിലെ ഈ മറ്റന്നാൾ നടക്കുന്ന മത്സരങ്ങളിൽ ഏറ്റവും ധനാഢ്യനായ അദ്ദേഹം ആണ്. 600 ചില്ലുവാനം കോടി രൂപയുടെ സ്വത്ത് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഗൗഡയാണ് കുമാരസ്വാമിയെ നേരിടുന്നത്. ഗൗഡ കോൺഗ്രസിൻ്റെ നോമിനിയാണ്. അപ്പോൾ അവിടുത്തെ BJPയുടെ ഒരു ശക്തിയും പിന്നെ JDSൻ്റെയും കൂടി വോട്ട് കൂടെ ചേരുമ്പോൾ അവിടെ ആര് ജയിക്കുമെന്നതിനെപ്പറ്റി നമുക്ക് സംശയമൊന്നുമില്ല. അപ്പോൾ ഈ തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില മത്സരങ്ങൾ രണ്ടാം ഫേസിലുണ്ട്. അതിൽ കേരളത്തിലെ സാധ്യതകൾ നമ്മൾ പല നിലയിൽ മണ്ഡലം അടിസ്ഥാനത്തിൽ തന്നെ വിശദമായി ചർച്ച ചെയ്തതാണ്. പക്ഷേ ഈ കൂട്ടത്തിൽ ഈ 88 മണ്ഡലങ്ങളിൽ 89 അതിൽ ഒരു സ്ഥാനാർത്ഥിയുടെ നിര്യാണം മൂലം അവിടുത്തെ തിരഞ്ഞെടുപ്പ് മാറ്റിവെച്ചിരിക്കുന്നു. അങ്ങനെയാണ് 88 മണ്ഡലത്തിലായത്. ആ 88 ഈ പ്രധാന മത്സരങ്ങളും 88 വോട്ടിംഗ് പെർസെൻറ്റേജ് ഒന്നാം ഫേസിനേക്കാൾ കൂടണം എന്ന് രാഷ്ട്രീയ നേതാക്കളെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അപ്രതീക്ഷിതമാം വിധം ബീഹാർ, ഡൽഹി, UP തുടങ്ങിയ മേഖലയിൽ തിരഞ്ഞെടുപ്പ് നടത്തുന്നിടത്ത് പെർസെൻറ്റേജ് വളരെ കുറഞ്ഞു, പോളിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞു. ആ ഒരവസ്ഥ കേരളത്തിൽ സാധാരണഗതി ഉണ്ടായില്ലെന്ന് നമുക്ക് കരുതാം. പെർസെൻറ്റേജ് ഓഫ് വോട്ട് കുറയാൻ, ഒന്നാം ഫേസിൽ കുറയാൻ പല കാരണങ്ങളുണ്ടായിരുന്നു. ആ കാരണങ്ങളും നമ്മൾ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ടാം ഫേസിൽ കഴിയുന്നത്ര വോട്ടർമാരെ പോളിംഗ് ബൂത്തിൽ എത്തിക്കുവാനുള്ള അശ്രാന്ത പരിശ്രമത്തിലായിരിക്കും മുന്നണികളും അതിൻ്റെ പ്രവർത്തകരും. പ്രത്യേകിച്ചും കേരളത്തിൽ ഇന്ന് അതിൻ്റെ അവസാനവട്ട പ്രചരണം കഴിയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ആവേശത്തിരത്തള്ളൽ എത്ര വലുതായിരുന്നുവെന്ന്. കേന്ദ്ര മന്ത്രി അമിത് ഷാ ആലപ്പുഴ ഇന്ന് വലിയൊരു യോഗത്തെ അഭിസംബോധന ചെയ്തിട്ടുണ്ട്. അദ്ദേഹം കേന്ദ്ര സംസ്ഥാന രാഷ്ട്രീയത്തിലെ പല വലിയ വിശദാംശങ്ങളൊക്കെ വളരെ ഗംഭീരമായിട്ട് അവതരിപ്പിച്ചു. ശോഭയ്ക്ക് അപ്രതീക്ഷിതമായ ചില കേന്ദ്രങ്ങളിൽ നിന്ന് സപ്പോർട്ടീവായിട്ടുള്ള സൂചനകൾ വന്നുകൊണ്ടിരിക്കുന്നു. ആ നിലയ്ക്ക് ഒരു BJP കേന്ദ്ര നേതൃത്വം പോലും പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു മണ്ഡലമാണ് ആലപ്പുഴ. അപ്പോൾ അതുപോലെ മറ്റു മണ്ഡലങ്ങളും. ഇവിടെ ആലപ്പുഴയിൽ മത്സരിക്കുന്നത് AICCയുടെ ജനറൽ സെക്രട്ടറി നേരത്തെ അവിടെ MP ആയിരുന്ന KC വേണുഗോപാലാണ്. ഇപ്പോഴത്തെ അവിടുത്തെ സിറ്റിംഗ് MP CPMൻ്റെ ആരിഫും ശോഭയ്ക്കെതിരെ മത്സരിക്കുന്നുണ്ട്. അവിടെ ശക്തമായൊരു ത്രികോണ മത്സരമാണെന്നതിൽ തർക്കമൊന്നുമില്ല. അതെ, ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ 89 എണ്ണങ്ങളിൽ 62 BJPയും 25 പ്രതിപക്ഷത്തിൻ്റെ ഇപ്പോഴത്തെ സോക്കോൾഡ് ഇന്ത്യ മുന്നണി അവർക്കുണ്ടായിരുന്നത് ഒരു 25 സീറ്റാണ്. അപ്പോൾ ആ 25 എണ്ണം വർദ്ധിപ്പിക്കാനാണ് അവിടെ ശ്രമം. 62 എണ്ണം വർദ്ധിപ്പിക്കാനാണ് BJPയുടെ ശ്രമം. ആർക്കാകും പൊതുവേ കണക്ക് കൂട്ടുമ്പോൾ നാളത്തെ സാഹചര്യം വെച്ചിട്ട് ഈ ഇന്ത്യ ബ്ലോക്ക് എന്ന് ഇപ്പോൾ പറയും രൂപീകരിക്കപ്പെട്ട മുന്നണിക്ക് ഉള്ള 25-ലെ 20 കേരളത്തിലായിരുന്നു. അപ്പോൾ ബാക്കി എല്ലാ സ്ഥലത്തു നിന്നും കൂടി അവർക്ക് കിട്ടിയിരുന്നത് ആകെ 5 സീറ്റാണ്. 5 സീറ്റാണ് കിട്ടിയത്. അതാണ് അതിനകത്ത് പ്രത്യേകത. അത് വർദ്ധിപ്പിക്കുവാനാണ് അവർ ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഇന്ത്യ മുന്നണി എന്ന നിലയിലല്ല കർണാടകത്തിൽ മത്സരിക്കുന്നതെങ്കിലും കർണാടകത്തിലെ തെരഞ്ഞെടുപ്പ് വിഷയങ്ങളൊക്കെ പ്രാദേശിക വിഷയങ്ങളായിരുന്നു. അവർ ഇന്ത്യ ബ്ലോക്കിനെ എൻ്റെ ആശയങ്ങളോ കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോയോ അവിടെ തെരഞ്ഞെടുപ്പിന് ചർച്ചാ വിഷയം പോലും ആക്കിയില്ല. സിദ്ധാരാമയ്യയുടെ വെൽഫെയർ മെഷേഴ്സ്, BJPക്ക് എതിരായിട്ടുള്ള ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം, ഇതൊക്കെ ലക്ഷ്യം വെച്ചാണ് അവിടെ പ്രചരണം നടന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ന്യൂനപക്ഷ പ്രീണന സ്വഭാവം സിദ്ധാരാമയ്യ ഗവൺമെൻറ് നടത്തിയിട്ടുണ്ട്. അതിന് ബദലായിട്ട് ഇപ്പുറത്ത് ഹിന്ദു ഏകീകരണം നടത്താൻ BJP JDS മുന്നണിയും ശ്രമിച്ചിട്ടുണ്ട്. BJPക്കുള്ള അവിടുത്തെ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് JDS അവിടെ ഒരു മുന്നണിയായിട്ട് BJPയോടൊപ്പം വന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അവിടെ ഏകദേശം ദുർബലമാണെങ്കിൽ പോലും ചില സീറ്റിലെങ്കിലും ശക്തമായ ത്രികോണ മത്സരമുണ്ടായിരുന്നു. ദേവഗൗഡയുടെ JDS അവിടെ BJPക്കും കോൺഗ്രസിനും എതിരായിട്ടൊരു സ്വതന്ത്ര നിലപാടിൽ മത്സരിച്ചിട്ടുണ്ട്. ഇപ്പോഴവർ BJP മുന്നണിയിലാണ്. അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജ് BJPക്ക് ഉണ്ടെങ്കിലും യെദ്യൂരപ്പയെ പോലെയുള്ള ഒരു മുൻ മുഖ്യമന്ത്രിയെ BJP അകർത്തി നിർത്തിയിരിക്കുകയാണ്. അതിൻ്റെ ക്ഷീണം തീർച്ചയായിട്ടും ഉണ്ട്. അവിടുത്തെ സാമുദായിക വോട്ട്
അപ്പോൾ ആ സാമുദായിക ധ്രുവീകരണത്തിൽ BJPക്ക് യെദ്യൂരപ്പ വിഭാഗത്തിൻ്റെ പിന്തുണ കിട്ടിയില്ലെങ്കിൽ അത് തിരിച്ചടിയാകും. അപ്പോൾ അത് 25 സീറ്റും നിലനിർത്താൻ അവർക്ക് പറ്റുമോ, അതിലൊന്നുകൂടെങ്കിലും വർദ്ധിപ്പിക്കാൻ പറ്റുമോ, അതിലെ കോൺഗ്രസിൻ്റെ ശക്തമായ മത്സര വെല്ലുവിളികൾ കൊണ്ട് എത്രയെങ്കിലും നഷ്ടപ്പെടുമോ എന്നതാണ്. ഇന്ന് ബാംഗ്ലൂരിൽ നിന്ന് വന്ന ഒരു അനാലിസിസ് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ BJPക്ക് കയ്യിലിരിക്കുന്ന 8-7 സീറ്റ് വരെ നഷ്ടപ്പെടാം. ഇപ്പോൾ 17-18 സീറ്റിൽ BJP ഒതുങ്ങേണ്ടി വരും എന്ന ഒരു സൂചന ഒരു അനാലിസിസിൽ ഉണ്ടായിരുന്നു. അത് എഴുതിയ ആൾ ഏറെക്കുറെ നിഷ്പക്ഷത നടിക്കുന്ന ഒരു പൊളിറ്റിക്കൽ അനാലിസ്റ്റാണ്. അതേപോലെ ഈ കഴിഞ്ഞ തവണ 19 ഒന്നും കൂടി ചേർത്ത് 20 ഇവരുടെ കയ്യിലുണ്ടായിരുന്നു. ഇപ്പോൾ സാഹചര്യങ്ങളൊക്കെ മാറി. ഒരുപക്ഷെ 2-3 സീറ്റ് 5 ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എങ്കിലും അതിലേതെങ്കിലും BJP പിടിച്ചാൽ വീണ്ടും ആ 20 ഇവിടുന്ന് കുറവ് വരികയാണ്. അതിപ്പോൾ അത് തീർച്ചയായിട്ടും ആ 20 ഈ UDFൻ്റെ 19 നിലനിർത്താൻ അവർക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം ശക്തമായൊരു ത്രികോണ മത്സരം ഇപ്പോഴാണ് കേരളത്തിലുണ്ടാകുന്നത്. മുൻകാലങ്ങളിലൊക്കെ BJP മത്സരിക്കുമെങ്കിലും അവരുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് വളരെ കുറവായിരുന്നു. അതിൻ്റെ ഇരട്ടി വോട്ടിംഗ് പെർസെൻറ്റേജ് കഴിഞ്ഞ തവണത്തേക്കാൾ 5 കൊല്ലത്തിന് 2019 ഇരട്ടി വോട്ടിംഗ് പെർസെൻറ്റേജ് കേരളത്തിൽ BJP കൈവരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ അതിൻ്റെ നഷ്ടം വരുന്നത് UDFനായിരിക്കും കൂടുതലും. LDFന് കഴിഞ്ഞ തവണ ഒരു സീറ്റേ ഉള്ളൂ. അപ്പോൾ നഷ്ടപ്പെടാൻ ആ ഒരെണ്ണം മാത്രമേ അവർക്ക്. അപ്പോൾ ഈ 19 സീറ്റ് കയ്യിലുള്ളവർക്ക് വലിയ ക്ഷതം ഏൽക്കാം. അതേതൊക്കെ BJP 3 സീറ്റ് നേടുമോ, 5 സീറ്റ് നേടുമോ, അതോ 1 സീറ്റേ നേടുമോ, അതോ ഒന്നും നേടില്ലേ, ഇതിനെ ആശ്രയിച്ചിരിക്കും. അത് തീർച്ചയായിട്ടും BJPയുടെ അക്കൗണ്ട് തുറക്കും എന്ന പ്രതീക്ഷ ശത്രുക്കൾക്കും മിത്രങ്ങൾക്കുമുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് മുന്നിൽ കണ്ടുകൊണ്ടാകാം സൗത്തിൽ ഇപ്പോൾ കർണാടക ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ഒരുപക്ഷെ സീറ്റ് കുറഞ്ഞേക്കാം എന്ന ചിന്തയായിരിക്കാം കേരളത്തിൽ കുറച്ച് കൂടുതൽ. ഇപ്പോൾ തന്നെ ഇന്ന് അമിത്ഷാ വന്നിട്ടുണ്ട്. കൃത്യമായ സമയങ്ങളിൽ കൃത്യമായ ഇടവേളകളിൽ പ്രധാനമന്ത്രി വരാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ നിന്നൊരു സീറ്റ് അതിനെങ്ങനെയെങ്കിലും ടാലിയാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിരിക്കാം. അങ്ങനെയല്ലേ? അതെ, അല്ല, കേരളത്തിൽ കേന്ദ്രത്തിൽ ഭരണത്തിൽ വരാൻ പോകുന്നത് ഇനിയും NDA ആണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്നുള്ളതിൽ ആർക്കും വലിയ തർക്കം ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം എല്ലാ രാഷ്ട്രീയ അന്തരീക്ഷവും സൂചനയും അതാണ് വ്യക്തമാക്കുന്നത്. ആ നിലയ്ക്ക് കേരളത്തിൽ നിന്ന് ഇനിയും ഒരു റെപ്രസെൻറ്റേഷൻ കേന്ദ്ര ഭരണകൂടത്തിൽ ഇല്ലെങ്കിൽ അത് കേരളത്തിൻ്റെ വികസന ഭാവിക്കാണ് ദോഷമുണ്ടാകുക. അപ്പോൾ അത് വോട്ടർമാരുടെ മനസ്സിലുണ്ട്. പിന്നെ കേരളത്തിലെ രാഷ്ട്രീയ വിഷയങ്ങൾ ഏറ്റവും ഒടുവിൽ തൃശ്ശൂർ പൂരം വരെ അലങ്കോലപ്പെടുത്തിയ സംഭവം, ഭരണവിരുദ്ധ വികാരം അതിശക്തമായ ഒരു കാലം ഇതിനു മുമ്പെങ്ങുമില്ല. പക്ഷെ അവർ പറയുന്നത് ഇടത് തരംഗം ആഞ്ഞടിക്കുന്നു. അത് അവർക്ക് അങ്ങനെ അവകാശപ്പെടാമല്ലോ. പക്ഷേ നമുക്ക് നിഷ്പക്ഷമായിട്ട് നോക്കിയാൽ ഇടതുമുന്നണിയുടെ ഭരണത്തിനെതിരായി എന്ത് ചെയ്യണം, ഏതവസരം ഉപയോഗിക്കണമെന്ന് കാത്തിരിക്കുന്ന ജനങ്ങൾക്ക് കൈവന്ന ഒരു അവസരമാണ് ഈ തെരഞ്ഞെടുപ്പ്. അത് തീർച്ചയായിട്ടും ജനങ്ങൾ ആ വൈരാഗ്യം പ്രതിഫലിപ്പിക്കും. അതിൻ്റെ BJPക്കാണോ ഗുണം, അത് UDFനാണോ എന്നത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. സാമാന്യേന ഇത് കേന്ദ്രത്തിൽ തിരഞ്ഞെടുപ്പാവുന്നതുകൊണ്ട് UDFന് ഭരണത്തിൽ വരാൻ സാധ്യതയില്ല. കാരണം പല ഘടകങ്ങളാണ്. അവർക്കൊരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയില്ല. ആ അനിശ്ചിതത്വം നിലനിൽക്കെ സുനിശ്ചിതത്വം നിലനിൽക്കുന്ന BJP മുന്നണിക്ക് വോട്ട് ചെയ്യാൻ ജനങ്ങൾക്ക് താല്പര്യം ഉണ്ടാകണം. കേരളത്തിൽ അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ അതെ, അങ്ങനെ വരികയാണെങ്കിൽ BJPക്ക് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയ ഒരു പിന്തുണ ലഭിക്കാം. അതാണ് കേരളത്തിലെ ഇപ്പോഴത്തെ അവസ്ഥ. ഏതായാലും അതിനെക്കുറിച്ച് നമുക്കൊരു അന്തിമ നിഗമനത്തിലെത്താൻ ഇപ്പോൾ പറ്റുന്നില്ല. ജൂൺ 4 വരെ കാത്തിരിക്കാം.